വൃക്ഷത്തിനുണ്ടല്ലോ, വെട്ടിപ്പൂട്ടിയാലും കെട്ടിപ്പൂട്ടിയാലും മഴ കൊണ്ട് മുറിച്ചു മാറ്റിയാലും വൃക്ഷത്തിന് അപ്പോഴും ഒരു പ്രത്യാശയുണ്ട്. അത് കുറ്റിയായിട്ട് നിന്ന് പൊറുക്കുമെന്നുള്ള ഒരു ആശയല്ല, അത് കരിഞ്ഞുണങ്ങി പോകില്ല എന്നൊരു കേവല പ്രത്യാശയല്ല. പിന്നെയോ ആ മുറിച്ചെടുത്തു നിന്നും ശാഖ പൊട്ടി വരുമെന്നും ഞാൻ പഴയതിനേക്കാൾ വലിയ വൃക്ഷമാകുമെന്നുള്ള ചിന്തിക്കാൻ പറ്റാത്തൊരു പ്രത്യാശ. ഇത് ഈ രക്ഷാമാർഗത്തിലേക്ക് മടങ്ങി വരുമ്പോഴേ കിട്ടുന്നത്. ദൈവത്തിന്റെ ചങ്കിൽ കൊണ്ട് കൈവെക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസം കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിൽക്കുന്നത് എവിടെ വേണയാകട്ടെ, ഇരുട്ടിലാകട്ടെ, കെണിയിലാകട്ടെ, പാപത്തിലായിക്കട്ടെ, നിങ്ങളുടെ കൈയും മനവും കർത്താവിന്റെ ചങ്കിൽ വെക്കുമ്പം നമ്മുടെ രക്ഷാമാർഗത്തിലേക്ക്, രക്ഷാദുർഗത്തിലേക്ക്, നമ്മളെ കുഴിച്ചെടുത്ത ആ കോട്ടയിലേക്ക് കൊണ്ട് കൈ നീട്ടി വെക്കുമ്പം നമ്മുടെ പ്രത്യാശ ആശയിൽ നിന്നും ഉന്നതമായി മാറും. അങ്ങനെ വരുമ്പം ഏത് മുറിപ്പാടുകളെയും പൂട്ടിക്കെട്ടുന്ന ഒരു പ്രത്യാശ, അത് നമ്മുടെ മുറിവുകളിൽ നിന്ന് പറന്നുയരാൻ, കെണികളെ പൊട്ടിച്ച് ആകാശത്തെത്തിക്കാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മളിപ്പോഴും പ്രത്യാശയുടെ തടവുകാരാണ്. ആശയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ലത് വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. ഭാവിയൊക്കെ നല്ലതാകുമോ? പിന്നെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ തടവറയില്ല.